യുവാക്കളുടെ പോരാട്ടം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുകയാണ് കൊല്ലം മയ്യനാട് വെസ്റ്റ് 16-ാം വാർഡ്. 3 മുന്നണികൾക്കും വേണ്ടി യുവാക്കൾ സ്ഥാനാർത്ഥികളാകുമ്പോൾ ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത അവസ്ഥയിലാണ് വാർഡിലെ ജനങ്ങൾ. മയ്യനാട് വെസ്റ്റ് 16-ാം വാർഡിൽ യുവ സ്ഥാനാർത്ഥികളാണ് 3 മുന്നണികൾക്കുമായി കളത്തിലിറങ്ങുന്നത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടിക്കു അരവിന്ദ് ഈ വാർഡിൽ സുപരിചിതനാണ്. ജനങ്ങൾക്ക് മുഴുവനായി തന്നെ നല്ലൊരു മാറ്റം വേണമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ സുനാമി ഫ്ലാറ്റിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ദയനീയമായിട്ടുള്ള അവസ്ഥകളാണ്. ഈ മാലിന്യങ്ങൾ ഈ കായലിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുകയാണ്. പഞ്ചായത്തുകാർ അതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന RS അബിനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ 62 വർഷക്കാലത്തെ LDFിൻ്റെ ഭരണം മയ്യനാടിൻ്റെ വികസനത്തെ അപ്പാടെ മുരടിപ്പിച്ച സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ അതിശക്തമായി വികസനത്തിന് വേണ്ടി ഞങ്ങൾ വോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അത് ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുധീഷാണ്. റിബൽ സ്ഥാനാർത്ഥിയായി അഭിലാഷ് നിൽക്കുന്നത് സുധീഷിന് വെല്ലുവിളിയാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ നേരിടേണ്ട കുടിവെള്ള പ്രശ്നം, അതിനകത്തിപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പം 16-ാം വാർഡ് ഫുള്ള് ഏകദേശം കുടിവെള്ള പദ്ധതി എല്ലാം ആയിക്കഴിഞ്ഞ്, പിന്നെ സുനാമി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അതും എല്ലാം ആയിക്കഴിഞ്ഞ് ഇതിപ്പം ഫണ്ടെല്ലാം അനുവദിച്ച്, പിന്നെ നമ്മളെ ആ പാലത്തിൻ്റെ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. 3 യുവാക്കൾ കച്ചമുറുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആര് ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത അവസ്ഥയിലാണ് വോട്ടർമാർ. ബിനു മുരളീധരൻ, ജനം, കൊല്ലം.